നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്ന വിഷയം വളരെ ആനുകാലികമായതാണ്. സോന എൽദോസ് എന്ന ഒരു പെൺകുട്ടി ഇന്ന് ജീവിതത്തിൽ നമ്മുടെ കൂടെ ഇല്ല. വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. കുട്ടിത്തം മാറി വരുന്ന പ്രായത്തിൽ ജീവിതത്തിൽ പറ്റിപ്പോയ ചെറിയൊരു പിഴവ് കാരണം ജീവിതത്തിൽ നിന്നും ഒളിച്ചു പോകേണ്ടി വരും, അല്ലെങ്കിൽ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു പാവം പെൺകുട്ടി. നമുക്ക് ചുറ്റും ഒത്തിരി പെൺകുട്ടികൾ തെറ്റായ തീരുമാനങ്ങളിലൂടെ സ്വന്തം ജീവിതം ഒന്നുകിൽ നരകതുല്യമാക്കുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റേ പെൺകുട്ടികളോട് പറയാനുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്കുണ്ട്. അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയൊരു തീരുമാനത്തിനുണ്ടാകുന്ന തെറ്റുകൊണ്ട് ജീവിതകാലം മുഴുവനും നരകയാതന അനുഭവിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ ചിലപ്പോൾ കുടുംബത്തിൽ നിന്നും സ്നേഹം കിട്ടാതെ വരുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിൽ ചെന്നപ്പെടുന്നത് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരും നമ്മളതിനെ പ്രേരിപ്പിക്കാം. പല കാരണങ്ങളുണ്ട്. ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വളരെ വലിയ തെറ്റുകളിലേക്ക് പോയിപ്പെടുകയാണ്. നമ്മൾക്ക് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിലെ സന്തോഷത്തെയും ഒക്കെയാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന സന്തോഷം, ആ വീട്ടുകാർക്ക് നമ്മളോടുള്ള നമ്മളെ കൊണ്ടുണ്ടാകാവുന്ന സൗഭാഗ്യത്തെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ച് വലിയൊരു നിലയിലൊക്കെ എത്തുമ്പോൾ ആ കുടുംബം നമ്മളെ കൂടി ആശ്രയിച്ചുകൊണ്ട് നമ്മളെ ആശ്രയിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളിൽ നിന്നുള്ള ഒരു വരുമാനത്തിലൂടെ അവർ ജീവിക്കണമെന്ന് ആഗ്രഹിക്കണം അവരുടെ പ്രായമാകുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ അവർ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ തല്ലിക്കൊഴിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയെ അന്ധമായിട്ട് വിശ്വസിക്കുകയും അയാൾ വിളിക്കുമ്പോൾ തന്നെ ഇറങ്ങി അങ്ങ് പോവുകയാണ്. കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിനകത്ത് കിട്ടുന്ന സുരക്ഷിതത്വം പുറത്തേക്ക് ഇറങ്ങിയാൽ കിട്ടില്ല. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള അവസരമൊന്നും ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ കൂടെ ഒരുപാട് പേര് പുറകെ വരും. ഒത്തിരി പ്രലോഭനങ്ങളുണ്ടാവും. തെറ്റായ ബന്ധങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവും. ഒരുമിച്ച് പഠിക്കുമ്പോഴുണ്ടാകും, യാത്ര ചെയ്യുമ്പോൾ, വഴിയിൽ കാണുമ്പോൾ, ഒരുപാട് സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരും. നമ്മളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് പുറത്ത്. അതൊന്നും ശരിയായ സ്നേഹബന്ധമല്ലാതെ, അത് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവരുടെ താൽക്കാലികമായ സുഖങ്ങൾക്കും മറ്റ് പലവിധ അജണ്ടകൾ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മളെ സ്നേഹിച്ച് നമ്മുടെ പുറകെ വരുന്നത്. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. അപ്പോൾ ഒരു സ്നേഹബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കാലിൽ നിൽക്കാൻ പറ്റും, സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ. സ്വന്തമായിട്ട് തീരുമാനമെടുത്താൽ നമുക്കൊരു വരുമാനം ഉണ്ടോ? മറ്റൊരു വീട്ടിലേക്ക് ചെന്നിട്ട് അവരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നരയിക്കണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പോയിട്ട് ആരുടെയെങ്കിലും അടിമയായിട്ട് ജീവിക്കേണ്ടതുണ്ടോ? നമ്മൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ സുഹൃത്തുക്കൾ മാത്രമല്ല, നമ്മുടെ വീട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ആലോചിക്കും. നമ്മളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവും. അവരുമായിട്ടൊക്കെ ഒന്ന് ആലോചിക്കുക. ഒരു സ്നേഹബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് നമ്മൾ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. പണ്ട് കാലത്തൊക്കെ നമ്മൾ മാതാപിതാക്കളെ ഒരു വിവാഹം നമ്മുടെ മക്കൾക്ക് ആലോചിക്കുമ്പോൾ പാരലായിട്ട് ഈ ബ്രോക്കർമാർ പറയുന്നത് കേൾക്കാതെ പാരലായിട്ട് അവരെക്കുറിച്ച് അന്വേഷിക്കും. വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ടാണ് ആ കല്യാണം നടത്തി കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള അന്വേഷണമൊന്നുമില്ല. ഒരു പയ്യൻ വന്ന് പറയുന്നു, അവൻ്റെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് എല്ലാം പറയുന്നു, കൃത്രിമമായിട്ട് കുറേ സ്നേഹം അവൻ നടിക്കുന്നു. ഒരു ആക്ടിങ് ആണത്.
ഇതൊന്നും തിരിച്ചറിയാതെ പോകരുത് ഒരിക്കലും. നിങ്ങളെ മയക്കിക്കൊണ്ട് പോകുന്നത് ചിലപ്പോൾ ഒരു വലിയൊരു ഗ്യാങ്ങിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. നിങ്ങളെ കൊണ്ടുപോയിട്ട് വിൽക്കാം. ബോംബെയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ വേശ്യാവൃത്തി ചെയ്യുന്നതിൽ 70% പെൺകുട്ടികൾ ചതിക്കപ്പെട്ട് ചെല്ലുന്നതാണ് അവിടെ. സ്വന്തമായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരു പെൺകുട്ടി അവിടെ എത്തുന്നില്ല. പല രീതിയിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചതിക്കപ്പെട്ടിട്ട് വിൽപ്പന നടത്തപ്പെട്ടൊക്കെയാണ് അവിടെ ചെല്ലുന്നത്. ഇതൊന്നും നമ്മൾ ഓരോ ദിവസങ്ങളിലും പത്രത്തിൽ വായിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടും പഴകിക്കൊണ്ടിരിക്കുകയാണ് ഈ കഥകളെല്ലാം. പക്ഷേ നമ്മുടെ പെൺകുട്ടികൾ എപ്പോഴും ഫ്രഷായിട്ട് അവർ ചിന്തിക്കുന്നത് അവരുടെ ഫ്രണ്ട് അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ അവരുടെ പാർട്ണർ അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ജീവിത സാഹചര്യങ്ങളും കുടുംബത്തെയും എല്ലാം മറന്നിട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ് വിളിക്കുന്നിടത്ത്. നമ്മുടെ കുട്ടനാടിലൊക്കെ ചെല്ലുമ്പോൾ താറാവ് കൂട്ടങ്ങൾ കൃഷിക്കാരൊരു വടി കൊണ്ട് കാണിക്കുന്നു. ആ വടി കാണുന്നത് പോലെ ആ താറാവ് കൂട്ടം ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൂടെയും വഴിയിലൂടെയൊക്കെ പോകുന്ന കാണാം. അപ്പം നമ്മുടെ കുട്ടികൾ അതുപോലെ ആരെങ്കിലുമൊക്കെ വടി പിടിച്ച് കാണിക്കുമ്പോൾ അത് തടുത്ത് കൊണ്ടുപോകുമ്പോൾ അതനുസരിച്ച് പോകുന്നവരായി പോകരുത്. നമ്മുടെ ബുദ്ധിയൊക്കെ ദൈവം തന്നിരിക്കുന്നത് ആലോചിച്ച് തീരുമാനിക്കാനാണ്. ഒരു കടയിൽ പോയിട്ടൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കും, അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നോക്കും, അതിൻ്റെ കണ്ടൻറ്റ് നോക്കും, അതൊക്കെ അത് കാണിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കും, അതിലെന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ കടയിൽ ചെന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം അങ്ങോട്ട് കാണുമ്പോൾ തന്നെ വാങ്ങിക്കില്ല. എന്താണ് അതിൻ്റെ കണ്ടൻറ്റ് എന്നൊക്കെ നോക്കിയിട്ടാണ് വാങ്ങുന്നത്. ചിലപ്പോൾ നമ്മളെ പരസ്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കും. പക്ഷേ ഇവിടെ ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ചില ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കൊച്ചു പെൺകുട്ടികളുമായിട്ട് ഓരോരുത്തർ പോകുന്ന കാണുമ്പോൾ സങ്കടം തോന്നും. കാരണം പെൺകുട്ടികൾ ചിലപ്പോൾ സ്കൂൾ യൂണിഫോമിലാണ് അവിടെയൊക്കെ എത്തുന്നത്. ഒരു പയ്യൻ്റെ കൂടെ അങ്ങ് പോവുകയാണ് കാട്ടിലേക്കും പുഴയോരത്തേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിഗൂഢമായിട്ടുള്ളൊരു സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോവുകയാണ്. ആരും ചെന്നെത്താത്ത സ്ഥലങ്ങളിലേക്ക് ഈ പെൺകുട്ടികളൊക്കെ അവരുടെ കൂടെ അങ്ങ് പോകുന്നത് കാണാം പലപ്പോഴും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയൊരു സന്തോഷം അല്ലെങ്കിൽ ചെറിയൊരു സുഖം എന്നൊക്കെ വിചാരിക്കുന്നത് അതല്ല ജീവിതം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ, ലൈഫ് ലോങ് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാവുന്ന രീതിയിലുള്ള തീരുമാനം എടുക്കണമെങ്കിൽ ആദ്യം നിങ്ങളൊരു പൊസിഷനിലെത്തുക. നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി ലഭിച്ചതിന് ശേഷം ഒരു 20-22 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു കൺട്രോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാം. പക്ഷേ ആ തിരഞ്ഞെടുക്കുന്നതിന് മുകളിൽ ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതവുമായിട്ട് ആ വ്യക്തിക്ക് ഒത്തുപോകാൻ പറ്റുമോ, നിങ്ങളുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്നതാണോ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഫോട്ടോ ടി-വിയിലും പത്രത്തിലുമൊക്കെ വന്നിട്ട് നമ്മുടെ കുടുംബത്തേക്ക് ആൾക്കാർ വലിച്ചു കീറി നമ്മുടെ മാതാപിതാക്കൾ ജീവിതകാലം മുഴുവൻ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ കണ്ണുനീരൊഴുക്കി ജീവിതം തന്നെ ചിലപ്പോൾ അവരും ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തും. വളരെ ദുഃഖകരമാണത്. നിങ്ങൾ ഇനിയെങ്കിലും എല്ലാ കുട്ടികളും ഒന്ന് തീരുമാനങ്ങളെടുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുക. അവരുള്ള സ്നേഹം, നിങ്ങളെ കരുതുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അതിനുശേഷം തീരുമാനങ്ങൾ കുടുംബത്തിനും കൂടി വിട്ടുകൊടുക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ ആശംസിക്കുന്നു. താങ്ക് യു.